രാഷ്ട്രീയ നിറം കൊടുത്തുകൊണ്ട് പാർലമെന്റിൽ ഒരു റെസല്യൂഷനോ ഇത്തരത്തിലൊരു ചർച്ചയോ ഒന്നും തന്നെ നിയമനിർമ്മാണ പ്രക്രിയയുടെ അനിവാര്യതയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നാഷണൽ യൂഫോറിയ ബിൽഡ് ചെയ്യുന്നത് ഭരണഘടനയുടേതായിട്ടുള്ള മൗലികമായിട്ടുള്ള നൈതികതയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് തന്നെ ഈ റെസല്യൂഷൻ്റെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇത് സാധ്യമാകുവാൻ വേണ്ടി ജുഡീഷ്യറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചു എന്നത്. ജുഡീഷ്യറിയെ എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ റെസല്യൂഷൻ്റെ ഭാഗമായിട്ട് വലിച്ചിടുന്നത്? ജുഡീഷ്യറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു അമ്പയറായി ഒരു ടൈറ്റിൽ സൂട്ട് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആ കേസ് കേട്ടു തീരുമാനിച്ചു എന്നുള്ളതല്ലാതെ സുപ്രീം കോടതി ഒരു മിഷന്റെ ഭാഗമായിട്ടല്ല ഇതിനകത്തൊരു തീരുമാനം ഇറക്കിയത്. അപ്പോൾ കോടതിയും ഇതിനകത്തൊരു വലിയ റോള് വഹിച്ചു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഇമ്പാർഷ്യാലിറ്റിയെ കൂടെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമല്ലേ? ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത്തരത്തിലൊരു റെസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രൽ ബ്യൂഗിളാണ് ഇവിടെ മുഴക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഇലക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റും ഇത്തരത്തിലൊരു റെസല്യൂഷനും ഒക്കെ പാസ്സാക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ടിട്ട് അങ്ങനൊരു ക്ലെയിം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 100% അത് ഇപ്പം NDA ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ക്രെഡിറ്റാണ് എന്ന് പറയുവാൻ കഴിയും. കാരണം അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. ഇനിയിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണെന്ന് കരുതിക്കോളൂ, അതും ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനല്ല, അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ സാധ്യമായ ഒരു കാര്യമാണ്. അപ്പം മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെൻ യു സ്റ്റാർട്ട് പൊളിറ്റിസൈസിങ് ദിസ്, അത് തീർച്ചയായിട്ടും അത് കൂടുതൽ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വിടവുകളിലേക്ക് നയിക്കുകയുള്ളൂ. രാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നു കഴിഞ്ഞാൽ 370 നിന്നും വ്യത്യസ്തമാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ല, അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം വഴി അഡ്ജുഡിക്കലി നമ്മളതിനെ പരിശോധിക്കുകയാണെങ്കിൽ, നാം രാഷ്ട്രീയമായിട്ട് അവരിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ല, വസ്തുതാപരമായിട്ട് ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ബാബറി മസ്ജിദിൻ്റെ ഡിസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രാമക്ഷേത്രം അത് BJP അതിനകത്തൊരു ലീഡർഷിപ്പ് കൊടുത്തു. ആ മന്ദിരം തകർക്കുന്നതിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റോൾ അവിടെ വഹിക്കപ്പെട്ടു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ സൂട്ട് അലഹബാദ് ഹൈക്കോടതി ഡിസൈഡ് ചെയ്യുകയും അതിനെതിരെ അപ്പീൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരികയും ചെയ്തത് അതൊരു പൊളിറ്റിക്കൽ മിഷൻ ആയിരുന്നില്ല. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം സാധ്യമായത് അതൊരു ജുഡീഷ്യൽ ഡിസിഷനാണ്. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർത്തവ്യം നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പൊ സാദിഖ് അലി തങ്ങളെ പരാമർശിക്കുകയുണ്ടായി. എന്തൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് അദ്ദേഹം പ്രകടമാക്കിയത്. കാരണം ഈ മുറിവുകളൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്ലൂറലിസം ഉൾക്കൊള്ളുന്ന, അവരൊരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടാകാം, പക്ഷെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുറ്റമല്ല, രാജ്യത്തിൻ്റെ പ്ലൂറലിസം ഉൾക്കൊള്ളുന്ന ആ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാണ് പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകാറുള്ളത്. പിന്നെ നാം പലപ്പോഴും സോമനാഥ ക്ഷേത്രവും രാമക്ഷേത്രവുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങിൽ രാഷ്ട്രപതി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം പങ്കെടുത്തു. നെഹ്റുവിൻ്റെ ഒബ്ജക്ഷനെ വകവയ്ക്കാതെ പങ്കെടുത്തു. 1951 മെയ്യിലായിരുന്നു ഇത് നടന്നിരുന്നത്. അപ്പോൾ ഒബ്ജക്ഷനെ വകവെക്കാതെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറൻറ്റ്.
ഒരു നിയമവിരുദ്ധമായിട്ടൊരു മന്ദിരം തകർത്തു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ ഒരു ആരാധനാലയം തകർത്തിട്ടാണ് പിന്നീട് സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷൻ വഴി ടൈറ്റിൽ സൂട്ടിലുള്ള തീരുമാനത്തിന് ശേഷം അതിന് വിധേയമായിട്ടാണ് ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമത്തിന്റെ യഥാവിധിയുള്ള നടപടിക്രമം പ്രകാരം ഈ വിഷയത്തിലെ സെൻസിറ്റിവിറ്റീസ് ഒക്കെ കണക്കിലെടുത്ത് നാം ശബരിമല വിഷയത്തിൽ പെട്ടെന്ന് ഇത്തരത്തിൽ സർക്കാർ അടുത്ത ദിവസം ഈ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്തിപ്പിക്കുമെന്ന രീതിയിലൊക്കെ വലിയ വെല്ലുവിളി നടത്തിയപ്പോഴും ഈ വിഷയം നാം ചർച്ച ചെയ്തതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ കയ്യിലെടുത്ത് അവരുടെ വിശ്വാസ്യത തകരാതെ അവരുടെ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കി ഓരോ മനുഷ്യജീവനും എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നു. ഇപ്പോൾ ഈ ഇത്തരത്തിൽ പോളിസി ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രൗഢമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അവിടെ ഒരു ഇൻക്ലൂഷന്റെ മെസ്സേജ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ താജ്മഹലിൽ അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നതിനെതിരെ ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ പ്രൊട്ടസ്റ്റ് ചെയ്യുകയുണ്ടായി. യെസ്, ഹർജി ഓക്കെ, അതൊരു നിയമ നടപടിയാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്കൊക്കെ ചെല്ലുക എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ വിശദത്തോടുകൂടി സമൂഹത്തിനെ നിയന്ത്രിക്കുവാൻ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സെൻസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനം എടുക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആ ഉള്ള ഉത്തരവാദിത്വം അവർ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്.